തൃശൂർ പൂരം കലക്കാൻ കൃത്യമായ മുന്നൊരുക്കം നടന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ തൃശൂർ പൂരം കലക്കിയതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടമെന്ന ചോദ്യവും ഉയർന്നു. അണിയറയിൽ വലിയ നീക്കങ്ങൾ തന്നെയാണ് നടന്നതെന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. 3500 പോലീസുകാരെയാണ് പൂരത്തിൻ്റെ ഇതിൻ്റെ സുരക്ഷയ്ക്കും മറ്റുമായിട്ട് നിയോഗിച്ചിരുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഈ പൂരം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സർവീസിന്, അതായത് പൂരത്തിൻ്റെ ഒരു ജോലിക്ക് അവരെത്തുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഇതിന് മുമ്പും നമ്മൾ സമാനമായൊരു സംഭവം ശബരിമലയിൽ കണ്ടിട്ടുണ്ട്. പരിചയസമ്പന്നരല്ലാത്ത പോലീസുകാരെ അവിടെ നിയോഗിച്ചതായിരുന്നു ഈ സീസണിലെ ഏറ്റവും വലിയ തിക്കും തിരക്കിനുമൊക്കെ വലിയ ഇടയാക്കിയത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് തൃശ്ശൂരും സംഭവിച്ചിരിക്കുന്നത്. പൂരച്ചടങ്ങുകളും മറ്റും വിവരിച്ചു കൊടുക്കുന്ന ഒരു രീതി പൂരത്തലേന്ന് പോലീസുകാർക്കിടയിലുണ്ട്. ഈ പോലീസുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ഈ പൂരത്തിൻ്റെ ചടങ്ങുകളും മറ്റും വിവരിച്ചു കൊടുക്കുന്ന രീതിയുണ്ട്. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. അതുപോലെ തന്നെ പൂര സമയങ്ങളിൽ അവിടെ പരിചയസമ്പന്നരായ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ മുമ്പ് നിയമിക്കാറുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നിയമിച്ചിട്ടില്ല. പൂരം വരുന്ന വഴി ഏതാണെന്നറിയില്ല, ചടങ്ങുകൾ അറിയാത്തവരായിരുന്നു ബഹുഭൂരിപക്ഷം പോലീസുകാരും. ഇതിൻ്റെ ഒരു അനിശ്ചിതത്വം പൂരത്തിൻ്റെ അന്ന് രാവിലെ മുതൽ തന്നെ വളരെ പ്രകടമായിരുന്നു. പലയിടത്തും ചെറിയ തർക്കങ്ങളും മറ്റും ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രതിഷേധിക്കുന്നവരെ അടിക്കാനായിരുന്നു കമ്മീഷണറുടെ നിർദ്ദേശമെന്നാണ് ജന്മഭൂമി റിപ്പോർട്ട് പറയുന്നത്. ഏതായാലും ഈ അവിടെ പരിചയസമ്പന്നരായ സീനിയർ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് മുട കൂടുതലുള്ള അങ്കിത് അശോകൻ എന്ന് പറയുന്ന കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്നത് അക്ഷരാർത്ഥത്തിലുള്ള അഴിഞ്ഞാട്ടമായിരുന്നു. ഇത് ആരുടെ ഒരു ഉത്തരവ് പ്രകാരമാണ് ഇത് നടന്നത്, അതോ ഈ പോലീസ് കമ്മീഷണർ സ്വയം ചെയ്തതാണോ എന്നൊരു ചോദ്യവും ഉയർന്നു. തൃശ്ശൂരിലെ പോലീസുകാർക്കിടയിൽ പോലും വലിയ പേരോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അങ്കിത് അശോകൻ. ആരും പറയുന്നത് കേൾക്കാത്തൊരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ പൂരത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉയർന്നു. മന്ത്രി രാജൻ ഇടപെട്ടിട്ട് പോലും അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ സുരേഷ് ഗോപിയാണ് എത്തിയത്. സുരേഷ് ഗോപി എത്തി ചർച്ചകൾ നടന്നതിന് ശേഷമാണ് അതിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇതോടുകൂടി തൃശ്ശൂരിൻ്റെ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പ്രചരണ രംഗം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപി വളരെ മുൻപന്തിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം പൂരപ്രേമികൾ മാത്രമല്ല, ഹൈന്ദവ വിശ്വാസികൾ ഒന്നടങ്കം സുരേഷ് ഗോപിക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെയാണ് ഒരു വലിയ ചോദ്യം ഉയരുന്നത്. ഈ കോൺഗ്രസും CPM നടത്തിയ നാടകം പൂരം പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതോ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ചോദ്യവും വരുന്നുണ്ട്. ഏതായാലും സുരേഷ് ഗോപിയുടെ ഇടപെടലിലാണ് പൂരത്തിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നൊരു വലിയ ധാരണ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം മന്ത്രി ഇടപെട്ടിട്ടും ഈ ദേവസ്വങ്ങൾ വഴങ്ങാൻ തയ്യാറായില്ല. ഒപ്പം തന്നെ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാതെ അത് മുൻപോട്ട് കൊണ്ടുപോകാനും സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലം കഴിഞ്ഞിരുന്നു. കാരണം അദ്ദേഹം വന്നെത്തിയത് പാട് തന്നെ പ്രവർത്തകരോടും അല്ലെങ്കിൽ അവിടെ നിന്നിരുന്ന വിശ്വാസികളോടുമൊക്കെ സമാധാനത്തോട് നിൽക്കുവാനാണ്, താൻ ചർച്ച നടത്തിയ ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാമെന്ന് പറയുകയുണ്ടായി. ഇല്ലെങ്കിൽ ഒരു വലിയ സംഘർഷത്തിന് തന്നെ വേദിയാകുമായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ വേദി. ഏതായാലും തൃശ്ശൂർ മാറി മറിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് ഒരു വലിയ എഡ്ജ് തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇടതു വലത് മുന്നണികൾക്ക് വലിയ തിരിച്ചടി തന്നെയായി മാറിയിരിക്കുകയാണ് തൃശ്ശൂരിലെ സംഭവം. ഏതായാലും ഈ കമ്മീഷണറെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് ജനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.